വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരെ, കാറ്റ് വിതച്ച് തീക്കാറ്റ് കൊയ്യാൻ കെൽപ്പുള്ള എൻ്റെ പ്രിയ കൂട്ടുകാരി, 10 മണിക്ക് തുടങ്ങിയ ചടങ്ങ് 1.25 മണിക്കൂർ നീളുമ്പോൾ നിങ്ങളൊക്കെ എത്രത്തോളം അസഹിഷ്ണുരാണ് എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ശാസ്ത്രം പറയുന്നു, ഒരു ശരാശരി മനുഷ്യന് കേട്ടിരിക്കാൻ കഴിയുന്ന കഴിവ് 20 മിനിറ്റാണ്. അപ്പോൾ അത് നിങ്ങളിൽ പലർക്കും അറിയാം. 20 മിനിറ്റ് കഴിഞ്ഞ് 40 മിനിറ്റ് കഴിഞ്ഞ് ചടങ്ങ് നീളുമ്പോൾ എനിക്കും തിരക്കാണ്, വേദിയിൽ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും തിരക്കാണ്. നിങ്ങൾക്കൊരു പക്ഷേ തിരക്ക് കാണില്ല. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു ചടങ്ങ് വന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആദ്യത്തെ 3 പീരീഡ് പോയി കിട്ടും. പഠിക്കുന്ന കാലത്തെല്ലാം പ്രിയ ടീച്ചർ പറഞ്ഞൊരു സെന്റൻസ് വല്ലാതെ എന്നെ ആകർഷിക്കുന്നുണ്ട്. ടീച്ചർ പറഞ്ഞ ആദ്യത്തെ സെന്റൻസ് അല്ല, കൊക്കിന്റെ കഥയല്ല, ലക്കും അധ്വാനവും കൂടി ചേർന്നിട്ടാണ്, ഭാഗ്യവും അധ്വാനവും കൂടി ചേർന്നിട്ടാണ് ലിബിൻ രാജ് ഉണ്ടായത്. സത്യമാണ്. അതിൽ ഒന്നാമത്തെ വാക്ക് എടുത്ത് ഉപയോഗിക്കേണ്ട ഒന്നാണ്. 10ാം ക്ലാസ്സിൽ മോഡൽ പരീക്ഷയ്ക്ക് മാത്സിന് 17 മാർക്ക് മേടിച്ച് തോറ്റ ഒരാളാണ്. എൻ്റെ മാത്സ് ടീച്ചർ പരമാവധി ശ്രമിച്ചിട്ടാണ് എനിക്ക് 10ാം ക്ലാസ്സിൽ 23 മാർക്ക് മേടിച്ചത്. മലയാളം ടീച്ചർ, ഈ സ്കൂളിലെ ഹെഡ് മിസ്ട്രസിനെ ഞാൻ രാവിലെ എൻ്റെ ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ ഞാൻ മലയാളം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരാളാണ്, ഭാഷയെന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കാൻ അറിയാത്ത ഒരാളാണ്. എന്നിട്ടും ആ മലയാളം എന്നെ അത്രമേൽ സ്നേഹിച്ചു. അമ്മ മലയാളം അത്രമേൽ അറിഞ്ഞു തന്നു. എനിക്ക് ഈ സ്കൂളിൽ വരുമ്പോൾ ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുമ്പോൾ ഞാൻ അടുത്ത കാലത്ത് കോഴഞ്ചേരി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ പോയ ഒരു അനുഭവം ഓർമ്മ വരുന്നു. ഞാൻ ഈ 2 കുട്ടികൾ ഇവിടെ നിന്ന് കോമ്പയറിങ് ചെയ്യുന്നത് പോലെ ആ സ്കൂളിലെ എല്ലാ ചടങ്ങുകളും കോമ്പയറിങ് ചെയ്ത ഒരാളാണ്. സ്കൂളിൽ എന്ത് പരിപാടി വന്നാലും കോമ്പയറിങ് ചെയ്യുന്നത് ഞാനായിരുന്നു. വേദിയുടെ പുറകിലിരുന്ന ഒരാൾ വേദിയുടെ മുമ്പിലേക്ക് വന്ന് പ്രസംഗിക്കുമ്പോൾ അതിലുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. മലയാളത്തിൽ ഈ സിവിൽ സർവീസ് പരീക്ഷ എഴുതി 9 വിഷയങ്ങൾ മലയാളത്തിൽ എഴുതാൻ കഴിയുമെന്ന് നിങ്ങളെ ഓരോരുത്തരെയും കാണിച്ചു തന്ന ഒരാളാണ്. അതിന് കാരണം പോകുന്നിടത്തെല്ലാം മലയാളത്തിനുള്ള അവഗണനയാണ്. തിരുവനന്തപുരത്ത് മാറിവേനിയസ് കോളേജിൽ എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പറയാവുന്ന ഒരു അപരിചിതനാൽ അഡ്മിഷൻ കിട്ടി. ആ കോളേജിലേക്ക് കയറി ചെന്ന 1ാമത്തെ ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ക്ലാസ് ടീച്ചർ വരുന്നു, ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുന്നു. ഞാനിങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുന്നു. വിക്കി പറയുന്നു, ഐ ആം ലിബിൻ രാജ്, ഐ ആം ലിബിൻ രാജ്, ഐ ആം ലിബിൻ രാജ്. അതിനങ്ങേപ്പുറത്തേക്കൊന്നും പറയുവാൻ എനിക്കറിയില്ല, അല്ലെങ്കിൽ ഗ്രാമറിന്റെ അടിസ്ഥാനം എന്തുകൊണ്ടോ അന്ന് ഉറച്ചു പോയില്ല. പിന്നെ ഇവാനിയോസിൽ ചെന്ന് അവിടുത്തെ ലൈബ്രറി ഉപയോഗിച്ച് അവിടുത്തെ അധ്യാപകരെ കണ്ടിട്ടാണ് അവസാനം ആ കോളേജിലെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് ആയിട്ട് ഇറങ്ങുമ്പോൾ, ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് ആണെന്ന് തലേ ദിവസം പ്രിൻസിപ്പൽ അച്ഛൻ വിളിച്ചു പറയുമ്പോൾ ഞാൻ ഉറപ്പിച്ചിരുന്നു, പ്രസംഗിക്കുവാണ് ഇംഗ്ലീഷിലെ പ്രസംഗിക്കത്തുള്ളൂ. അന്ന് രാത്രി ഇരുന്ന് ഇംഗ്ലീഷ് പ്രസംഗം തയ്യാറാക്കി, ഒരു ഗ്രാമർ മിസ്റ്റേക്ക് പോലും ഇല്ലാതെ മൊത്തം കാണാതെ പഠിച്ച് ഫോണിലൂടെ എൻ്റെ BA ഇംഗ്ലീഷിലെ ഒരു സുഹൃത്തിനെ മൊത്തം പ്രസംഗവും പ്രസംഗിച്ച് തന്നെ കേൾപ്പിച്ച് പിറ്റേ ദിവസം പോയി ഒരു ഉഗ്രൻ പ്രസംഗം കഴിച്ചു. അതൊരു പകരം വീടലായിരുന്നു. കാരണം ഇവാനിയസിൽ ഒരു കാലത്ത് ചെല്ലുമ്പോൾ IAS കാരുടെ മക്കളാണ് പഠിക്കുന്നതല്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഗവൺമെന്റ് ജീവനക്കാരുടെ മക്കൾ. അവിടെ ഒരു സാധാരണ നാരങ്ങാനം പോലുള്ളൊരു കുഗ്രാമത്തിൽ നിന്ന്, ഞാൻ ഈ കഥ പറയുന്നത് 10-30 വർഷങ്ങൾക്ക് മുമ്പ് കഥയല്ല, 2006 തിരുവനന്തപുരത്ത് മാറിവേനിയസ് കോളേജ് സംഭവിച്ച കഥയല്ല ജീവിതം. അപ്പൊ അങ്ങനെ ഒരു ഇടത്ത് ചെല്ലുമ്പോ സിവിൽ സർവീസ് ആഗ്രഹമുള്ളവരെ കൊണ്ട് മുട്ടി നടക്കാൻ പോയി. ആരോട് ചോദിച്ചാലും സിവിൽ സർവീസ് കാരണമാണ്. ചെറുപ്പത്തിലെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും +2 പഠിച്ചത് സയൻസ് ആണ്, അബദ്ധത്തിൽ എടുത്തുപോയ വിഷയമാണ്, അറിയില്ലായിരുന്നു അതിനകത്ത് മാത്സ് ഉണ്ടെന്ന്. അതിനുശേഷം ആഗ്രഹിച്ച വിഷയമായ ജേർണലിസത്തിലേക്ക് കൂടുമാറി. അതിനുശേഷം ബാങ്കിൽ ജോലി കിട്ടി. ബാങ്കിൽ ഇരുന്നുകൊണ്ട് തന്നെ സിവിൽ സർവീസ് പഠിച്ച ഒരാളാണ്. ഒരിടത്തും കോച്ചിങ്ങിന് പോയിട്ടില്ല, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്. മലയാളത്തിൽ തന്നെ ഈ പരീക്ഷ എഴുതി, ഇന്റർവ്യൂ അതേസമയം ഇംഗ്ലീഷിൽ ചെയ്തു. ഇംഗ്ലീഷ് നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു ഭാഷയാണെന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. ഇവിടെ ഈ ചടങ്ങിന് മുഖ്യ പ്രഭാഷണത്തിനാണ് വിളിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. സാധാരണ പ്രസംഗ മത്സരങ്ങളിൽ 3-ാം മിനിറ്റിൽ വാണിംഗ് ബെല്ല് കേട്ട് 5-ാം മിനിറ്റ് പ്രസംഗം അവസാനിപ്പിച്ചുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, ബെഞ്ചമിൻ കോശി സാർ വരുന്നൊരു പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താണ് മുഖ്യ പ്രഭാഷണം? നോട്ടീസ് എൻ്റെ കയ്യിലല്ല, വീട്ടിലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ആദ്യം ഞാൻ എൻ്റെ ചേച്ചിയോട് ചോദിച്ചത്, പരിപാടിക്ക് പോകാനല്ല എന്താ മുഖ്യ പ്രഭാഷണമൊക്കെ നടത്താൻ? കാരണം ഞാൻ കണ്ട മിക്ക നോട്ടീസുകളിലും പെരുമ്പടവം ശ്രീധരനാണ് മുഖ്യ പ്രഭാഷണം, അല്ലെങ്കിൽ M മുകുന്ദനാണ്,
അതുമല്ലെങ്കിൽ പ്രമുഖ സാംസ്കാരിക നായകന്മാരാരെങ്കിലുമാണ്. ഇത്തരം ഒരു ചടങ്ങിലേക്ക് മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി എന്നെ വിളിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കൊച്ചുകൂട്ടുകാരോടല്ലാതെ ബാക്കിയുള്ളവരെല്ലാം എന്നേക്കാൾ ജീവിതത്തിൽ ഒട്ടേറെ അനുഭവങ്ങളുള്ളവരാണ്. എൻ്റെ അനുഭവങ്ങളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിതത്തിൽ ഏറ്റവും എക്സ്ട്രീമായി ചിന്തിക്കുക. ചെറിയ ആഗ്രഹങ്ങൾ വിചാരിക്കരുത്. ആഗ്രഹിക്കുന്നത് വലുത് തന്നെ ആയിരിക്കണം. കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആഗ്രഹിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. പറയാൻ കാരണം പൗലോ കൊയ്ലോ അദ്ദേഹത്തിന്റെ ആൽക്കമിസ്റ്റ് എന്ന നോവലിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇഫ് യു വാണ്ട് സംതിങ് ഇൻ ദിസ് വേൾഡ് ദ ഹോൾ യൂണിവേഴ്സ് വിൽ ഇൻസ്പയർ യു ടു അച്ചീവ് ഇറ്റ്. നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ എന്തെങ്കിലും, ഈ ലോകത്തിൽ എന്തെങ്കിലും നേടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ ലോകം മൊത്തം നിങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ കാറ്റ്, ഈ പ്രകാശം എല്ലാം നിങ്ങളോടൊപ്പം തന്നെ നടക്കും. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സയൻസ് ടീച്ചർ എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു. ഭൂമി സാങ്കല്പികമായ ഒരു അച്ചുതണ്ടിൽ കറങ്ങുന്നു. അപ്പൊ ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ ഈ സാങ്കല്പികമായ അച്ചുതണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ടീച്ചർ പറഞ്ഞു, ഇമാജിനറി ആക്സിസ്, അതാണ് സാങ്കല്പികമായ അച്ചുതണ്ട്. അപ്പം ഞാൻ ടീച്ചർ ഇങ്ങനെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 6ാം ക്ലാസ്സുകാരൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. പെട്ടെന്ന് തന്നെ ടീച്ചർ പറഞ്ഞാൽ ഈ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് 24 മണിക്കൂർ ഉണ്ടാവുന്നത്, രാത്രിയും പകലും അതുകൊണ്ടുണ്ടാകും. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ടീച്ചർ വിളിച്ചു, ടീച്ചർ ഈ ഭൂമി സ്വല്പം വേഗത്തിൽ കറങ്ങിയാൽ എന്ത് സംഭവിക്കും? എടുത്തവായി ടീച്ചർ പറഞ്ഞത് ഗെറ്റ് ഔട്ട്. അല്പം എക്സ്ട്രീമായി ചിന്തിച്ചു പോയതിന്റെ പ്രശ്നമാണ്. നമ്മുടെ കുട്ടികളോട് നമ്മുടെ അധ്യാപകരും മാതാപിതാക്കളും രക്ഷിതാക്കളൊക്കെ പറയുന്നു, നിങ്ങൾ ലിമിറ്റിൽ നിന്ന് ചിന്തിച്ചാൽ മതി, അതിനങ്ങേപ്പുറത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അതിനങ്ങേപ്പുറം പോയാൽ ധിക്കാരിയാണ്, തർക്കുത്തരം പറഞ്ഞവനാണ്. ഞാൻ പോകുന്ന മിക്ക വേദികളിലും, ഇവിടെ എനിക്ക് തോന്നുന്നു ആരും പ്രസംഗിച്ചില്ല, ഞാൻ അവിടുത്തെ കോശി സാറൊക്കെ അത് പറയുമെന്നൊക്കെ, പക്ഷേ ആരും പറഞ്ഞില്ല. ഏത് വേദിയിൽ പോയാലും എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ തലമുറയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, ഞങ്ങളുടെ തലമുറ വായിക്കുന്നില്ല, ഞങ്ങളുടെ തലമുറ ഫേസ്ബുക്കിന് പുറകെയാണ്, ഞങ്ങളുടെ തലമുറ പത്രം വായിക്കുന്നില്ല, ഞങ്ങളുടെ തലമുറ കൃത്യമായിട്ട് പഠിക്കുന്നില്ല, ഞങ്ങളുടെ തലമുറയ്ക്ക് വിഷനില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് തലമുറയ്ക്ക്. കേട്ട് കേട്ട് സത്യം പറഞ്ഞാൽ മടുത്തു. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു വേദിയിൽ ചെറുതായിട്ടെങ്കിലും ചോദിച്ചു, എനിക്ക് തൊട്ട് മുമ്പ് വരുന്ന തലമുറയിലെ അമ്മമാരാണ് സീരിയലിന് മുമ്പിൽ ഇരിക്കുന്നത്, ഞങ്ങളല്ല. അതപ്പോ ഒരു പ്രശ്നമല്ല. എനിക്ക് തൊട്ടു മുമ്പുള്ള തലമുറയിലെ ആളുകളാണ് ബിവറേജിൽ പോയി ക്യൂവിൽ വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുന്നത്, അതും ഒരു പ്രശ്നമല്ലേ? അപ്പൊ ഞങ്ങളുടെ തലമുറയ്ക്കാണ് പ്രശ്നം. നിങ്ങളെല്ലാവരും ഫേസ്ബുക്ക് എന്ന് കേട്ടാൽ എല്ലാവരും പറയും ഫേസ്ബുക്ക് ഒരു ചീത്ത സാധനമാണ്, അനാവശ്യമായ ഫ്രണ്ട്ഷിപ്പ്, വെർച്വൽ റിയാലിറ്റിയാണ് എന്നൊക്കെ ആളുകൾ ഇഷ്ടം പോലെ പറയാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ജോലിയിൽ ഇരുന്നു കൊണ്ട് രാത്രി വന്ന് 9 മണി തൊട്ട് 11 മണി വരെ ഫേസ്ബുക്കിൽ ഇരുന്ന ഒരാളാണ് ഞാൻ. ചെയ്തത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സിവിൽ സർവീസ് തൽപരരായ സുഹൃത്തുക്കളെ ചേർത്ത് ഫേസ്ബുക്കിൽ ഒരു രഹസ്യ ഗ്രൂപ്പ് ഉണ്ടാക്കി. ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് അന്നത്തെ സംബന്ധിക്കുന്ന, ഇപ്പം ദയാവധത്തെ സംബന്ധിക്കുന്ന ഒരു പോസ്റ്റ് ഇടുമ്പോൾ തൃശ്ശൂരിലിരിക്കുന്ന അടുത്ത സുഹൃത്ത് അടുത്ത പോസ്റ്റ് അതിന് മറുപടിയായിട്ടുണ്ട്. അപ്പോൾ അയാൾ ഭരണഘടനയിൽ ദയാവധത്തെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എടുത്തു ചേർത്തു. ഇങ്ങനെയാണ് ഞങ്ങൾ സിവിൽ സർവീസിന് പഠിച്ചത്. ഒരിക്കലും ഈ തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തു നിന്നുമുള്ള സുഹൃത്തുക്കൾക്ക് എല്ലാ ദിവസവും ഒത്തു കാണാൻ കഴിയില്ല. അതിനുള്ള വേദിയാണ് ഫേസ്ബുക്ക്. നല്ല കാര്യങ്ങൾക്ക് ഇത്തരത്തിനെ ഉപയോഗിക്കാം, മോശം കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, എക്സ്ട്രീമായി ചിന്തിക്കുക. കാരണം ഈ നോട്ടീസ് കാണുമ്പോൾ ഒരു അഞ്ജന, ഒരു ഫേബ, എൽസ ജോർജ്, ഇവരെയൊക്കെ ഞാൻ കാണും. ഇവരെയൊക്കെ പ്രതീക്ഷകളാണ്. കാരണം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ട് ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ രണ്ടാമത് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് മേടിച്ച് പുറത്തിറങ്ങിയ ഒരാളാണ്. ആള് എൻ്റെ സുഹൃത്താണ്. ആളിപ്പോൾ ഛത്തീസ്ഗഡിൽ ഒരു ചെറിയ കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുക. അവൻ്റെ ആഗ്രഹം നാട്ടിൻപുറത്തുള്ള അച്ഛൻ്റെ കടയൊക്കെ നോക്കി കഴിഞ്ഞാൽ മതിയെന്നായിരുന്നു. അച്ഛൻ പറഞ്ഞു എഞ്ചിനീയറിംഗ് എടുക്കണമെന്ന്, അതുകൊണ്ട് എടുത്തു. അങ്ങനെ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പം താല്പര്യമില്ലാത്ത വിഷയമായതുകൊണ്ട് അവസാനം ഒരു ചെറിയ കമ്പനിയിൽ സൂപ്പർവൈസറായി. രണ്ടുപേരും തമ്മിൽ കമ്പയർ ചെയ്യുകയല്ല, ആഗ്രഹിക്കുന്ന അല്പം വലിയ സ്വപ്നമായിക്കോട്ടെ. ചെറുപ്പകാലത്ത് കണ്ടൊരു സ്വപ്നമാണ്
കഴിയുമെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ഒന്ന് എഴുതണം. 33 ബാങ്ക് പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. 13ാമതിൽ നിന്നാണ് ഇപ്പം ജോലി ചെയ്യുന്ന IDBI ബാങ്ക് കിട്ടിയത്. ഞാൻ എഴുതിയ 232 ടെസ്റ്റുകളുടെയും ഹോൾ ടിക്കറ്റ് ഞാൻ ഇങ്ങനെ ഒരു ഫോൾഡറിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പം ചില കുട്ടികളൊക്കെ വീട്ടിൽ വരാറുണ്ട്, ചേട്ടാ എങ്ങനെയായി എക്സാം എഴുതിയത്? അവർ വിചാരിക്കുന്നത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പോയി സിവിൽ സർവീസ് എക്സാം എഴുതി ഇന്റർവ്യൂ ആയി അത് കഴിഞ്ഞ് നേരിട്ട് പോയിട്ട് സിവിൽ സർവീസ് കിട്ടിയെന്നാണ്. ഒട്ടേറെ ടെസ്റ്റുകൾ എഴുതിയിട്ട് തന്നെയാണ് അവസാനം ഈ ടെസ്റ്റിൽ വന്നത് എന്ന് അവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ട. ഇടയ്ക്കൊരു ചെറിയ കാര്യം, കഴിഞ്ഞ 4 വർഷമായിട്ട് ജോലി ചെയ്തുണ്ടാക്കിയ ഒരു 7 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് അത്രയും പുസ്തകങ്ങൾ കിട്ടത്തില്ല, പോയി പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാർക്കിടയിൽ ഒരു തീപ്പൊരി ചിതറിയാൽ ഒരു സിവിൽ സർവീസോ ഏതെങ്കിലും ഒരു ഉയർന്ന ജോലിയിലേക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ സുനിൽ സാറിനെ വിളിക്കുക. എൻ്റെ നമ്പറുണ്ട്, ഇമെയിൽ ID ഉണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിൽ വേണമെങ്കിലും എന്നെ വിളിക്കാം. എന്തുകൊണ്ട് ഞാൻ സിവിൽ സർവീസിലേക്ക് വന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു ചെറിയ കാര്യമാണ്, വളരെ ചെറിയ കാര്യങ്ങളാണ് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരു വ്യത്യാസമുണ്ട്. യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റിൽ 31, എൻ്റെ SLC ബുക്കിൽ 30. ഒരു ദിവസത്തെ വ്യത്യാസം വരുത്തി വെച്ചത് ഞാനല്ല, സ്കൂളിൽ ആദ്യം ഇടുന്ന ഹെഡ് മാസ്റ്റർ എഴുതിയപ്പോൾ തെറ്റിപ്പോയി. അദ്ദേഹത്തിന് കൺഫ്യൂഷൻ, മാർച്ചിൽ 30 ഉണ്ടോ 31 ഉണ്ടോ. അദ്ദേഹം അവസാനം ഉറപ്പിച്ചു മാർച്ചിൽ 30 ഉള്ളൂ. പക്ഷെ എൻ്റെ ജനനത്തീയതി 31 ഇത് തിരുത്താൻ വേണ്ടി ഞാൻ ആദ്യം സ്കൂളിൽ ചെന്നു. അപ്പോൾ സ്കൂളുകാർ ആവശ്യപ്പെട്ടത്, അതിനെ ബേസിൽ ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്. സ്കൂളുകാർ ആവശ്യപ്പെട്ടത്, നിങ്ങൾ കേരള സർക്കാരിന്റെ അടുത്ത സ്ഥാനത്താണ് കേരള സർക്കാർ ചട്ടങ്ങൾ ലഘൂകരിച്ചത്. ഒരുപക്ഷെ എൻ്റെ കഥ ഞാൻ എടുത്ത് വിദ്യാഭ്യാസ മന്ത്രിക്ക് അയച്ചു കൊടുത്തു. അതിന് ഒന്നാമത് പറയുന്നത് സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിന്റെ എക്സ്ട്രാക്ട്. പഠിച്ച സ്കൂളിൽ 3 സ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കഥ തീർന്നു. 3 സ്കൂളിൽ നിന്നുള്ള അഡ്മിഷൻ രജിസ്റ്ററിന്റെ എക്സ്ട്രാക്ട് വേണം. അഥവാ സ്കൂളിൽ നിന്ന് എക്സ്ട്രാക്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ സാക്ഷ്യപത്രം തരണം. പിന്നെ നിങ്ങൾ ജനിച്ച ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ സത്യവാങ്മൂലം, ഈ സത്യവാങ്മൂലം ഒരു അഡ്വക്കേറ്റ് നോട്ടറൈസ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ അച്ഛൻ്റെ സ്കൂൾ രജിസ്റ്ററിന്റെ എക്സ്ട്രാക്ട് വേണം. എനിക്കെപ്പോഴും അറിയത്തില്ല എന്തിനാണ് എൻ്റെ ജനനത്തീയതി എടുത്താൻ എൻ്റെ അച്ഛൻ്റെ സ്കൂൾ എക്സ്ട്രാക്ട് വേണം. അതിനുശേഷം എൻ്റെ സഹോദരന്റെയും സഹോദരിയുടെയും അഡ്മിഷൻ രജിസ്റ്ററിന്റെ എക്സ്ട്രാക്ട് വേണം. ഞാൻ കള്ളം പറയുകയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റർനെറ്റിൽ കയറി എങ്ങനെ ജനനത്തീയതി തിരുത്താമെന്ന് പരിശോധിക്കുകയാണെങ്കിൽ പഴയ സർക്കുലറുകൾ കിട്ടും. ഇങ്ങനെ 20-ലധികം ഡോക്യുമെന്റുകൾ വേണം. ഇവയൊക്കെ തയ്യാറാക്കി ഏകദേശം 4-5 മാസം കഴിഞ്ഞിട്ട് ഞാൻ ജനനത്തീയതിയൊക്കെ തിരുത്തി ഇലക്ഷൻ ID കാർഡിൽ ജനനത്തീയതി തിരുത്തി മേടിച്ച് IDBIയിൽ ജോലിക്ക് ചേർന്നു. IDBIയിൽ ജോലിക്ക് ചേരുമ്പോൾ ഞാൻ 30-ാം തീയതിയാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തത്. അപ്പോൾ എൻ്റെ പോലീസ് വെരിഫിക്കേഷൻ എന്നെ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ നേരെ നാട്ടിൽ വന്നു പോലീസുകാരൻ വീട്ടിൽ വന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഒരു ഇത്, പോലീസ് വെരിഫിക്കേഷൻ ആണെങ്കിൽ കാശ് കൊടുക്കണം. സന്തോഷത്തിന് പുറത്തായാലും, കൈക്കൂലിയല്ല, അതിന് സന്തോഷത്തിന് പുറത്തായാലും കാശ് കൊടുക്കണം. അപ്പം ഞാൻ ഈ കൈക്കൂലിക്ക് പണ്ട് മുതൽ എതിരായതുകൊണ്ട്, കാരണം 2005 വിവരാവകാശ നിയമം വരുമ്പോൾ എൻ്റെ പഞ്ചായത്തിൽ അത് ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ എടുത്ത ആൾ ഞാനാണ്. വില്ലേജ് ഓഫീസർ അടക്കം വിവരാവകാശ നിയമമായിട്ട് ആപ്ലിക്കേഷൻ എടുപ്പോൾ വില്ലേജ് ഓഫീസർ അറിയത്തില്ല ഈ നിയമം എന്താണെന്ന്. ഗസറ്റിൽ വന്നിട്ടുണ്ട്, ഞാൻ വായിച്ചില്ല എന്നാണ് വില്ലേജ് ഓഫീസർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൈക്കൂലി കൊടുക്കത്തില്ലെന്ന് ഉറപ്പിച്ചിട്ടാണ് പോലീസ് വെരിഫിക്കേഷന് പോയത്. അതിന് തൊട്ട് മുമ്പിലത്തെ SBTയുടെ പോലീസ് വെരിഫിക്കേഷന് പോലീസുകാരൻ വീട്ടിൽ വന്നിട്ട് ഇറങ്ങാൻ നേരത്ത് അമ്മ എന്നെ തോണ്ടിട്ട് പറയുകയാണ്, എന്തെങ്കിലും ഒന്ന് കൊടുത്തേരും. എന്നിട്ട് എൻ്റെ കയ്യിൽ വെച്ച് തരികയാണ് 100 രൂപ. ഒരുപക്ഷെ നാട്ടിൻപുറത്തെ ഒട്ടും അവബോധമില്ലാത്തവർ പിന്തുടരുന്ന ഒരു നിയമമായിരിക്കാം ഇത്. സ്നേഹത്തിന്റെ പുറത്ത് കൈക്കൂലി കൊടുക്കുക. അയാൾക്ക് അനർഹമായി കിട്ടുന്ന പൈസയാണത്. സർക്കാർ അയാൾക്ക് ആവശ്യത്തിലധികം ശമ്പളം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആറന്മുള സ്റ്റേഷനിൽ ചെല്ലുന്നു. അപ്പോൾ പോലീസുകാരൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കിയിട്ട് IDBIയിൽ അയച്ചു കൊടുത്തതിൽ 30 പോലീസുകാരൻ ഈ തെറ്റൊന്നും കണ്ടുപിടിക്കുന്നില്ല. അപ്പം ഞാൻ ഇവിടെ വെച്ച് തന്നെ ഈ പ്രശ്നം തീർത്തേക്കാമെന്ന് കരുതിയിട്ട് ഞാൻ പോലീസുകാരോട് പറഞ്ഞു, സാർ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇങ്ങനെ കറക്ഷൻ ഉണ്ട്, 31. പോലീസുകാരൻ്റെ മട്ടും പാവവും പെട്ടെന്ന് മാറി. പുള്ളിയൊന്നും പറ്റില്ല, ഇത് ഈ പോലീസ് വെരിഫിക്കേഷൻ പറ്റത്തില്ല, കളക്ടർ എന്നെ ഡയറക്റ്റ് ഏൽപ്പിച്ചേക്കുന്നതാണ്. കളക്ടർ ഒക്കെ എനിക്ക് മറുപടി ബോധിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞു കൊണ്ടുവരാം. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു പരീക്ഷ ഭവൻ്റെ ഓർഡർ ഉണ്ട്, എൻ്റെ ജനനത്തീയതി തിരുത്തി ഇലക്ഷൻ ID ഉണ്ട്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ആ സമയത്താണ് കരസേനയിലെ BJ സിംഗിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ജനനത്തീയതി തർക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കരസേനയിൽ ഇത് വലിയ പ്രശ്നമാണ്, ഇത് നിങ്ങളുടെ ജോലിയെ ബാധിക്കും. ഞാൻ ഇപ്പം നെഗറ്റീവ് റിപ്പോർട്ട് എഴുതി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല. അപ്പം ഈ പറച്ചിൻ്റെ എല്ലാം അവസാനം ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ
അദ്ദേഹം എനിക്ക് ഉറപ്പായി അദ്ദേഹം കൈക്കൂലിയാണ് ചോദിക്കുന്നത്. പോലീസ് വെരിഫിക്കേഷൻ വരുന്ന പോലീസുകാരുടെ ചുമതല നമുക്കിതിൽ എന്തെങ്കിലും കേസ് ഉണ്ടോ എന്ന് റിപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ജനനത്തീയതി വെരിഫൈ അല്ല. അയാൾക്ക് ചെയ്യാവുന്ന ഒരു ഫേവറാണ് എഴുതി വിടുന്നതിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ കോപ്പി കൂടി വെച്ചിട്ട് ഇയാളുടെ ജനനത്തീയതി വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് എൻക്ലോസ് ചെയ്യുക. അതിനാണ് അയാൾ കൈക്കൂലി ചോദിക്കുന്നത്. പക്ഷേ ഞാൻ കൊടുക്കാതിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പരീക്ഷാ ഭവന്റെ ഓർഡർ വേണം, ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, അച്ഛന്റെ സ്കൂൾ രജിസ്റ്ററിന്റെ എക്സ്ട്രാക്ട് വേണം. ഞാനൊരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിൽ ചെന്നിട്ട് അമ്മ കടയിൽ പോയിരിക്കുകയാണ്, അമ്മ വരാൻ വേണ്ടി കാത്തിരുന്ന് 4:30 പുള്ളിക്കാരൻ പറഞ്ഞു 4:30 ആറന്മുള സ്റ്റേഷൻ വന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും. പോയി സർട്ടിഫിക്കറ്റ് എടുത്ത് ഓട്ടോക്കാരനോട് പറഞ്ഞു, ചേട്ടാ ഒന്ന് വേഗത്തിൽ പോകണേ. കത്തിച്ചു വിട്ട് നേരെ ആറന്മുള സ്റ്റേഷനിൽ വന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുക്കുക. അധികം നാളൊന്നുമല്ല, 2011 സംഭവമാണ്. എല്ലാ ഡോക്യുമെന്റ്സും കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിയോട് പറയുകയാണ്, ഈ സർട്ടിഫിക്കറ്റ് ഒന്നും അറ്റസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് പറ്റില്ല, ഈ കോപ്പി വെക്കുമ്പോൾ അത് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. നിങ്ങളൊരു പണി നാളെ വരും. അപ്പൊ ഞാൻ പുറത്തിറങ്ങിയിട്ട് എൻ്റെ ചേട്ടനെ ഫോണിൽ വിളിച്ചു, ചേട്ടാ എന്ത് ചെയ്യണം? അപ്പൊ എന്നോട് ചേട്ടൻ പറയുകയാണ്, നീ ഒരു 500 രൂപ പോക്കറ്റ് വെച്ച് കൊടുക്കും, ഒരു പ്രശ്നമില്ല. പോക്കറ്റിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു കവറിലിട്ട് 500 രൂപ പോലീസിന്റെ കൈ കൊടുത്തു. പോലീസ് ഈ 500 രൂപ കിട്ടിയപ്പോൾ എന്നോട് പറയുകയാണ്, ഇത്രയും കിടന്ന് ഓടേണ്ട കാര്യമൊന്നുമില്ല, ഇത് ആദ്യമേ അങ്ങ് തന്നാൽ മതിയായിരുന്നു. കൈക്കൂലിയിലേക്ക് നമ്മളെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോവുക. ഈ ഒരു അനുഭവം എന്നെ ഇരുത്തി ചിന്തിച്ചു. അന്ന് ഞാൻ മനസ്സിലാലോചിച്ചു. ഇപ്പോഴും ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, പണ്ട് ഞാൻ പൊളിച്ചടുക്കി കുളം പണിയണമെന്ന് ആഗ്രഹിച്ച സ്റ്റേഷനാണ് ആറന്മുള പോലീസ് സ്റ്റേഷൻ. അത്രയ്ക്ക് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും നിരാശയോടും കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഈ നിയമവ്യവസ്ഥയിൽ ഞാൻ ആരുടെ അടുക്കൽ ചെന്ന് സഹായം ചോദിക്കുന്നു? ഇതൊക്കെ ആളുകളെ സംബന്ധിച്ച് വളരെ ചെറിയ കാര്യങ്ങളാണ്. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക്, ഞാനിപ്പോൾ ഈ ഒരു ആവശ്യവുമായിട്ട് ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പോയി അയാളെ സംബന്ധിച്ച് വളരെ ചെറിയ കാര്യമാണ്. അയാൾക്ക് 5 കോടിയുടെയോ അല്ലെങ്കിൽ 1.5 ലക്ഷം കോടിയുടെയോ 2G സ്പെക്ട്രം അന്വേഷിക്കാൻ കിടക്കുമ്പോൾ ഇവിടെ ഒരു പോലീസുകാരന് 500 രൂപ കൊടുത്ത് വെരിഫിക്കേഷൻ നടത്തിക്കൂടെ എന്ന് അദ്ദേഹം തന്നെ ചോദിച്ചേക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, മാറ്റം ഉണ്ടാവട്ടെ നമുക്കാണ്, മാറ്റം തുടങ്ങേണ്ടത് നമുക്കാണ്. മിക്ക ക്ലാസ്സുകളിൽ മുമ്പ് കുട്ടികൾ പറയാറുണ്ട്, ശ്രീ നാട്ടിൽ അഴിമതിയുണ്ട്, കൊടികുത്തി വാഴുകയാണ് സ്വജനപക്ഷപാതം, ഇതിനൊക്കെ എവിടെയാണ് രക്ഷ? അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു പണി ചെയ്യാം, കേരളം വിട്ട് നൈജീരിയ പോയി ജീവിക്കാം, അവിടെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഫിൻലൻഡിലേക്ക് പോവാം, അല്ലെങ്കിൽ ഈ മാനവവിഭവശേഷിയുടെ ഏറ്റവും ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് പോവാം. കേരളത്തിൽ ജീവിക്കേണ്ട, നാം തന്നെ കറക്റ്റ് ചെയ്യേണ്ട ഒരിടത്ത് നിന്ന് ഒളിച്ചോടുവാനല്ല നമ്മുടെ മുകളിലുള്ള ഉത്തരവാദിത്വം. കറക്റ്റ് ചെയ്യുക, എക്സ്ട്രീമായി ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് നല്ല ഇന്ത്യയെ നയിക്കാൻ വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ വളരുന്ന ഇന്ത്യക്ക് വേണ്ടി ഒപ്പം നിൽക്കണമെന്നും, നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ഇന്ത്യ നാളത്തെ വളരുന്ന ഇന്ത്യ ആവണമെന്നും, നമ്മളെ പിന്തുടരുന്നവർ നമ്മളെ സൂക്ഷ്മമായി ഉറ്റുനോക്കുന്നുണ്ടെന്നുള്ള ബോധത്തോടുകൂടി, സാമൂഹിക ബോധത്തോടുകൂടി ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ചടങ്ങിനെ എന്നെ വിളിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.